വീഡിയോ എഡിറ്റർക്ക് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് ബേസിക് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് സ്പെല്ലിംഗ് അറിയുക എന്നുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ സപ്പോർട്ടിങ് സ്കിൽസും ടെക്നിക്കൽ സ്കിൽസിനും ഒക്കെ അപ്പുറം സോഫ്റ്റ് സ്കിൽസ് നിർബന്ധമാണല്ലോ. കമ്മ്യൂണിക്കേഷൻ വേണം, ഒരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം സോൾവിങ് കപ്പാസിറ്റി വേണം. ചിലപ്പോൾ നമുക്ക് അറിയാത്തൊരു കാര്യമായിരിക്കും, പക്ഷെ അത് കണ്ടെത്തി ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് വേണം. ഫോളോ അപ്സ് മസ്റ്റാണ്. പ്രഷറിൽ ജോലി ചെയ്യാൻ പറ്റണം. ടൈം മാനേജ്മെന്റ്, ഓർഗനൈസേഷൻ സ്കിൽസ് അല്ലെ. ഇപ്പോൾ ഓർഗനൈസേഷൻ സ്കിൽസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ ആ ഒരു ഗ്രാഫിക് ഡിസൈനിങ് ഫീൽഡിൽ പോലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ടാർഗറ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുക, പ്രഷറിൽ വർക്ക് ചെയ്യാൻ പറ്റുക, ടീമിന്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക. എന്തിന് കറക്റ്റായിട്ട് സ്പെല്ലിംഗ് അറിയുന്നത് പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. ഒരു വീഡിയോ എഡിറ്റർക്ക് അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഡിസൈനർക്ക് ബേസിക് ആയിട്ട് വേണ്ട ഒരു സാധനമാണ് സ്പെല്ലിംഗ് അറിയുക എന്നുള്ളത്. അതുപോലെ കണ്ടന്റ് ക്രിയേഷൻ, ഒരു കണ്ടന്റ് ക്രിയേഷന്റെ ഒരു ബേസിക് നോളജ് ഉള്ളത് നല്ലതാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, കണ്ടന്റ് ചെയ്യാൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇല്ലേ, പിന്നെ ഞങ്ങൾ എഡിറ്റേഴ്സ് അല്ലേ, അല്ലെങ്കിൽ ഞങ്ങൾ ഗ്രാഫിക് ഡിസൈനർ അല്ലേ, ഞങ്ങൾ എന്തിനാ കണ്ടന്റ് ചെയ്യുന്നതാണ്? അങ്ങനെയല്ല, മറ്റൊരാൾ അവർ ചെയ്തോട്ടെ. പക്ഷെ അതിലുള്ളൊരു മിസ്റ്റേക്സ് ഐഡന്റിഫൈ ചെയ്യാനോ അത് കൂടുതൽ ബെറ്റർ ആക്കാനും ഒക്കെ നമുക്കും കൂടി ഒരു കണ്ടന്റ് ക്രിയേഷൻ, അതാണ് ലാംഗ്വേജ് വേണം, കമ്മ്യൂണിക്കേഷൻ വേണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം മൊത്തത്തിൽ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ കുറേ സോഫ്റ്റ് സ്കിൽസും കുറേ എക്സ്ട്രാ സപ്പോർട്ടിങ് സ്കിൽസും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോഴാണ് നമ്മൾ ഈ ഫീൽഡിൽ മാത്രമല്ല, ഞാനിതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഏത് ഫീൽഡിലാണെങ്കിലും നമ്മളൊരു പ്രൊഫഷണൽ ആകുന്നത് അങ്ങനെയാണ്. സി, വേൾഡ് ഈസ് കോമ്പറ്റീറ്റീവ്. എല്ലാവർക്കും ആവശ്യം ഓൾറൗണ്ടേഴ്സിനെയാണ്. അല്ലാണ്ട് ഒരു ടാസ്ക് മാത്രം ചെയ്തു പോകുന്ന ഒരാളെ ആർക്കും പ്രത്യേകിച്ച് ആവശ്യം ഉണ്ടാവില്ല. എംപ്ലോയീസിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ കൺസെപ്റ്റ് എപ്പോഴും അങ്ങനെ വരത്തുള്ളൂ. സോ എന്താ പറയുക, കൂടുതൽ റെസ്പോൺസിബിലിറ്റീസ് എടുക്കുക, ഒന്നിനോട് നോ പറയാതിരിക്കുക. അപ്പോഴാണ് നമ്മളൊരു കംപ്ലീറ്റ് പ്രൊഫഷണൽ ആകുക. അപ്പം ഈ ജോലി കിട്ടാതിരിക്കുക, കരിയർ ഗ്രോത്ത് ഇല്ലാതിരിക്കുക, സാലറി കൂടാതിരിക്കുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ നമ്മുടെ ഹോംവർക്ക് ചെയ്താൽ മതി. സിമ്പിൾ.